സോ ലെറ്റ്സ് ട്രൈ മോച്ചി. മോച്ചി ഐസ്ക്രീം ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തൻറ്റിക് മോച്ചി ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എൻ്റെ ആദ്യമായിട്ടായിരുന്നു. ഞങ്ങൾ ജർമ്മനി പോയപ്പോഴത്തേക്കും ഞാൻ 2-3 പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം വീട്ടിൽ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ദിസ് ഇസ് കോക്കനട്ട് ആൻഡ് ക്രീം മോച്ചി. ഇതൊരു ജാപ്പനീസ് ഡെസേർട്ടാണ്. ഭയങ്കര ഫേമസ്. ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലാവരും അറിഞ്ഞ് വരുന്ന ഒരു ഡെസേർട്ടാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇത് കഴിക്കണമെന്ന് കൊതിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഞാൻ നേരത്തെ അതിൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒത്തൻറ്റിക്. ഇതിനകത്ത് ഇങ്ങനെ ഫില്ലിങ്, ഇതിനകത്ത് ഐസ്ക്രീം അല്ല, അവരെന്തെങ്കിലും ഫില്ല് ചെയ്ത് തരുന്നതാണ്. അപ്പം ഞാൻ 3 ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇത് കോക്കനട്ടിൻ്റെ ആയിരുന്നു. പുറത്തും കോക്കനട്ട് അവർ ഷ്രെഡഡ് ഇട്ടിട്ടുണ്ട്, ഉള്ളിലും അവർ ഷ്രെഡഡ് കോക്കനട്ടും ക്രീമും മിക്സ് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് എനിക്കത്രയും താല്പര്യം വന്നില്ല. എന്തിനാ, എനിക്ക് ഈ കോക്കനട്ടിൻ്റെ പീസസ് ഇങ്ങനെ വരുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ ജോസിന് ഇഷ്ടപ്പെട്ടു, കുറേ ഇഷ്ടപ്പെട്ടു. ഐ എം ഹാപ്പി ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പോൾ അത് കഴിച്ച് തീർക്കാൻ പറ്റി. പൊതുവെ എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ എപ്പോഴും ജോസിന് കൊടുക്കുന്നത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ഷെയർ ചെയ്യാറില്ല. ഓൺ ടു നെക്സ്റ്റ്. സോ ആദ്യത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് രണ്ടാമത്തെ ഇഷ്ടപ്പെടുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ കഴിച്ചു നോക്കുവാണ്. ഇത് കണ്ട് ഇങ്ങനെ അമുക്കുമ്പോൾ ഇങ്ങനെ ചില ഈ പിള്ളേരുടെ ഒക്കെ ഒരു ബോളില്ലേ, ഇങ്ങനെ അമുക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് സ്ക്വിഷി ബോൾ, അതേപോലെ ഇരിക്കും ഇത്. അപ്പം ബൈറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ വെളിയിലത്തെ ലെയർ അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇച്ചിരി ഇങ്ങനെ സ്ട്രെച്ച് ആവും, ഇങ്ങനെ വലിയ ഇച്ചിരി. അപ്പം നല്ല ചൂയിയാണ്, നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ടെക്സ്ചറും നല്ല ടേസ്റ്റും നല്ല. എനിക്കിതാണ് 3 ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ഗ്രീൻ മാച്ച ആൻഡ് ക്രീമിൻ്റെ ആയിരുന്നു. അപ്പം പ്രോപ്പർ മാച്ചയുടെ ഫ്ലേവറും ഉണ്ടായിരുന്നു. ഞാൻ അത് ഇച്ചിരി കയ്പും എല്ലാം കാണുമായിരിക്കും ഗ്രീൻ ടീയുടെ ആയതുകൊണ്ട്, പക്ഷേ കയ്പൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു സട്ടിൽ സോഫ്റ്റ് ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ 3ാമത്തെ ആയിരുന്നു ഓറിയോ ആൻഡ് ക്രീം. അപ്പം ഇത് മറ്റേ 2 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ഇൻ ടെക്സ്ചറായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഫ്ലേവറും കുറേ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫില്ലിങ്ങും ഇങ്ങനെ ക്രഷ്ഡ് ഓറിയോ ബിസ്ക്കറ്റും അതിൻ്റെ കൂടത്തെ ക്രീമിൻ്റെ ഫില്ലിംഗ് ആയിരുന്നു. ബട്ട് പേഴ്സണലി ഐ വുഡ് സേ ഈ 3 എനിക്കിഷ്ടപ്പെട്ടത് മാച്ച ആൻഡ് ക്രീമാണ്. പക്ഷേ ഇതെല്ലാം വിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റെഡ് ബീൻ പേസ്റ്റിൻ്റെ ഫില്ലിംഗ് ആണ്. അത് ഞാൻ വേറൊരു ബോക്സ് വാങ്ങിച്ചിരിക്കുമായിരുന്നു. അത് ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ, എൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ജർമ്മനി വീഡിയോയ്ക്കകത്ത് കാണും. അത് നെക്സ്റ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങളത് കാണണം. സോ ഐ ലവ്ഡ് മോച്ചി ആൻഡ് ഐ റിയലി എൻജോയ്.